ഹേ ഗായ്സ്, അപ്പം ഞാൻ ലണ്ടനിൽ പോവാണ് ഒറ്റയ്ക്ക്. സോ ലെറ്റ്സ് ഗോ. ഗായ്സ്, ആക്ച്വലി ഭയങ്കര ഫ്രീസിങ് ആണ്. എനിക്ക് നല്ല രീതിക്ക് തണുക്കുന്നുണ്ട്. സോ ഹായ് എവ്രി വൺ. അപ്പോൾ എൻ്റെ ഡേ ടു ലണ്ടൻ ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് ആക്ച്വലി എനിക്ക് വഴി തെറ്റിയിട്ട് ഞാനിങ്ങനെ പോകുന്നൊരു സീനാണ് ആക്ച്വലി. അപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലിപ്സ് ആയതുകൊണ്ട് ഞാനിതൊന്നും ഒഴിവാക്കിയില്ല. എനിക്ക് ആക്ച്വലി ട്രെയിനിലായിരുന്നു പോകേണ്ടത്. എനിക്ക് അതറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച സ്റ്റോപ്പല്ല. പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഞാൻ പിന്നെയും തിരിച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമായിട്ടൊരു ട്രിപ്പ് ഞാൻ തന്നെ പോകുന്നതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. സോ ഇതെന്ന് പറയുന്നത് ഞാൻ ബസ് വെയിറ്റ് ചെയ്യാണ്. ബസ് വെയിറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ തൊട്ട് ബാക്കിൽ അതേ സമയത്ത് ഒരു ട്രെയിൻ വരുന്നത്. അപ്പോഴാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്, ബസ്സില്ല അങ്ങോട്ടേക്ക്, ട്രെയിനിൽ നമ്മൾ പോകണമെന്ന്. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്തു. ഭയങ്കര ആൻഷ്യസ് ആയിരുന്നു ഞാൻ. അപ്പോൾ എപ്പോഴും എൻ്റെ കയ്യിൽ ഈ മാപ്പ് ഇങ്ങനെ ഉണ്ടാവും. ഞാനിങ്ങനെ കോൺസ്റ്റൻ്റായിട്ട് ചെക്ക് ചെയ്യും ഞാൻ എവിടെ എത്തി, എന്താണ്. ലൈക്ക് നമ്മൾ ഒറ്റയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ ഭയങ്കര കൺസേണാണ്, വേറെ ദൂരത്ത് എവിടെയെങ്കിലും എത്തിപ്പോവുമോ. ആ ഒരു പേടി കാരണമാണ് ഇത്രയും കാലം ഞാനങ്ങനെ ഒറ്റയ്ക്ക് പോകാണ്ടിരുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നു സംതിങ് റിയലി പുഷ്ഡ് മീ, ഒന്ന് പോയി വാ എന്നുള്ളൊരു രീതിയിൽ. അപ്പോൾ ഇറ്റ്സ് ആക്ച്വലി വർത്ത് ഇറ്റ്. കാരണം ഈ ഒരു തിരക്കാണെങ്കിലും ഈ ഒരു സ്ട്രീറ്റിലൂടെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നതും കാര്യങ്ങളൊക്കെ ഭയങ്കര റിഫ്രഷിങ് ആണ്. അതിൻ്റെ കൂടെ തന്നെ നല്ല തണുപ്പും നല്ല കാറ്റും ഉണ്ട്. ഈ പ്ലേസസൊക്കെ ഞാൻ മുമ്പ് ഏതൊക്കെയോ ഫിലിംസിലും സോങ്ങിലൊക്കെ കണ്ടതുപോലെ എനിക്ക് തോന്നും. മേ ബി വേറെ ആയിരിക്കും, പക്ഷേ എന്താണെന്നറിയില്ല, ഫെമിലിയർ ആണ് ബട്ട് ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ ഇങ്ങനെ നടന്നു. അത് ആ ബിൽഡിങ് നല്ല രസമുണ്ടായിരുന്നു നേരിട്ട് കാണാൻ. ഫോണിൽ അത് ക്യാപ്ചർ ചെയ്തപ്പോൾ എത്രത്തോളം ബ്യൂട്ടിഫുള്ളായിട്ട് കിട്ടിയെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ബസ്സിൽ കയറി. അങ്ങനെ ഞാൻ ലണ്ടൻ ബ്രിഡ്ജ് എത്തി. അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. തണുപ്പും കാറ്റും ഒക്കെ ആയിരുന്നു. പക്ഷേ എല്ലാവരും ആ ഒരു വ്യൂ, എല്ലാവരും ഇരുന്നിട്ട് അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആക്ച്വലി ഒരു ലോങ് ഡിസ്റ്റൻസിന് ഞാൻ എടുത്തിട്ടുള്ളൊരു വ്യൂ ആണ്. അപ്പോൾ അടുത്ത് പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് താഴെ നിന്ന് ഇറങ്ങി താഴോട്ടേക്ക് ഇറങ്ങുന്നൊരു ക്ലിപ്പാണിത്. അങ്ങനെ താഴെ ഇറങ്ങി കുറേ പേരത് വായിച്ചു നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊരു വീഡിയോ എടുത്തിട്ട് പിന്നെ വായിക്കാമെന്ന് വിചാരിച്ചിട്ട് വായിച്ചില്ല. സോ അങ്ങനെ ആ ഒരു വ്യൂ ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതിൻ്റെ റൈറ്റ് സൈഡിലൂടെ ഇങ്ങനെ നടന്ന് വരുമ്പോൾ നമുക്കിങ്ങനെ ഈ അമ്പലത്തിലൊക്കെ ഉത്സവത്തിന് പോകുമ്പോൾ എനിക്കിങ്ങനെ ചന്തയിലൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്നും വാങ്ങാനില്ല, പക്ഷെ ആ ഒരു ആംബിയൻസും സാധനങ്ങളും ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സംതിങ് സിമിലർ ടു ദാറ്റ്. അപ്പോൾ അങ്ങനെ ക്രിസ്മസ് ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് കഴിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ രാവിലെ കഞ്ഞി കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പം അങ്ങനെ ഞാനിങ്ങനെ തപ്പി എനിക്ക് ഭയങ്കര സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ എല്ലാ ഷോപ്സും ഞാനിങ്ങനെ നോക്കുകയാണ് വീഡിയോ എടുക്കുന്നതിൻ്റെ കൂടെ, എന്താണ് എനിക്ക് ആപ്റ്റായിട്ട് ഇപ്പോൾ ഇവിടുന്ന് കഴിക്കാൻ പറ്റുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ കുറേ ലൈറ്റ്സ് കണ്ടു. ആ എലിഫൻറ്റിൻ്റെത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചപ്പോൾ റൂമിൽ വാങ്ങിയപ്പോൾ വെച്ചിട്ട് കാര്യമില്ല. വൺസ് ഞാൻ നാട്ടിലേക്കൊക്കെ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് വാങ്ങാമെന്ന് വിചാരിച്ചു. ആൻഡ് അവിടെ ആ കുട്ടി പ്രിപ്പയർ ചെയ്യുന്നത് എനിക്കുള്ള ഫുഡാണ്. എന്തിനാണ് ഇത്ര ഇലകളൊക്കെ ഇടുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു ലെറ്റ്സ് ഗിവ് ഇറ്റ് എ ട്രൈ. ആ കാണുന്നത് ഹോട്ട് ചില്ലി സോസാണ്. അപ്പം ഞാൻ അതൊക്കെ വെച്ചിട്ടാണ് കഴിക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അടുത്തെത്തിയ സമയത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് അവിടെ എത്തിയാലേ നമുക്കതിൻ്റെ ഒരു ബ്യൂട്ടി മനസ്സിലാവുള്ളൂ. അങ്ങനെ ഞാൻ അതിൻ്റെ അടുത്തുള്ള കുറച്ച് ഷോപ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് നിന്ന് എക്സ്പ്ലോർ ചെയ്തു. ഉള്ളിലേക്ക് ഞാൻ അങ്ങനെ കയറിയിട്ടില്ല. ആക്ച്വലി ഇവിടെ ഒരു ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. എന്തിൻ്റെ ഷൂട്ടിങ്ങാണെന്ന് എനിക്കറിയില്ല. എല്ലാവരും ബിസിയാണ്. എല്ലാവരും ഭയങ്കര തണുപ്പായതുകൊണ്ട് എല്ലാവരും നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ നല്ല രീതിക്ക് സ്ട്രഗിൾ ചെയ്തു.
ഇത് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ 2 ചേച്ചിമാരുണ്ടായിരുന്നു. ഇവരുടെ കൂടെയാണ് ഞാൻ പിന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഞങ്ങളങ്ങനെ ലൈറ്റ്സ് കാണാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ വന്നതിൻ്റെ ശേഷം ലൈറ്റ്സും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ നമ്മളിങ്ങനെ ട്യൂബിൽ വെയിറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ ഇവരോട് ഹായ് പറയാൻ പറഞ്ഞതാണ്. സോ ദേ വർ റിയലി ഹാപ്പി ടു സേ ഹായ് ടു യു ഗൈസ്. അങ്ങനെ ഇത് കണ്ടപ്പോൾ ആക്ച്വലി എനിക്ക് എന്താ ഓർമ്മ വന്നതെന്ന് വെച്ചാൽ, ഏത് ഇയറാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പേർലി മണി ദുബായിൽ പോയ സമയത്ത് ദുബായ് എക്സ്പോയിൽ പോയപ്പോൾ ഈ പല കൺട്രീസിൻ്റെ ഈ എന്താ പറയുക വിഷ്വൽസും കാര്യങ്ങളൊക്കെ ലൈക്ക് ഇതുപോലത്തെ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ സംതിങ് സിമിലർ ടു ദിസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ എത്തി ഈ ഒരു വിഷ്വൽ കണ്ട സമയത്ത്, ഈ ഒരു സ്ക്രീൻ ആക്ച്വലി കണ്ട സമയത്ത് എനിക്ക് അതായിരുന്നു ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് ഫോണിൽ നമ്മൾ വീഡിയോ എടുക്കുന്ന പോലെയല്ല, നേരിട്ട് കാണുന്ന സമയത്ത് ഇതിനൊരു സ്പെഷ്യൽ ഭംഗിയുണ്ട്. അപ്പോൾ വൺസ് നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും വന്നിട്ട് ഇതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. കാരണം ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഷ്വൽസാണ്. എസ്പെഷ്യലി ഞാൻ വിചാരിച്ചിട്ടുള്ളത് ഇങ്ങനത്തെയൊക്കെ കുട്ടികൾക്കായിരിക്കും ഇഷ്ടമുണ്ടാവുക എന്നുള്ളത്. പക്ഷേ ആ ക്രൗഡിൽ എല്ലാവരും ഈ ഒരു വിഷ്വൽസ് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഇങ്ങനെ കണ്ടിരിക്കാൻ നല്ല രസമാണ്, സമയം പോകുന്നതേ അറിയില്ല. ആൻഡ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ആലിയ ഭട്ടിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ട് ലിറ്റൂല്. അപ്പോൾ അവിടെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോവുകയാണ്. ഇപ്പം ഞാൻ മാപ്പും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, കാരണം വേറെ 2 ആൾക്കാർ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എൻ്റെ ആ ഒരു ടെൻഷൻ പോയി കിട്ടി. അങ്ങനെ ഞങ്ങൾ ഫൈനലി അവിടെ എത്തിയ സമയത്ത് ഞങ്ങൾ ക്രോസ് ചെയ്യുന്നത് വരെ അവിടെ ലൈനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ക്രോസ് ചെയ്ത് പുറത്ത് നിന്നിട്ട് ആ ഒരു കേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ നമ്മളുടെ മുന്നിൽ ഒരു 5-6 പേരുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിളിക്കുകയാണ് ചെയ്തത്. അത്യാവശ്യം തിരക്ക് അവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും ആ ഒരു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ പോയിട്ടുള്ളത്, ഇൻക്ലൂഡിങ് നമ്മളും അങ്ങനെ തന്നെയാണ്. അപ്പം ഞാൻ വെറുതെ അതിൻ്റെ മെനു കാർഡൊക്കെ ഒന്ന് നോക്കി, വെറുതെ നോക്കിയതാണ്. നമ്മളെന്തായാലും ആ കേക്കും പിന്നെ എന്തെങ്കിലും കുറച്ച് സ്പൈസി ആയിട്ടുള്ള സാധനങ്ങൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. അപ്പോൾ ആക്ച്വലി ഈ ഒരു കേക്കിന് ഭയങ്കര ഹൈപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് എന്തായിരിക്കും ടേസ്റ്റ് എന്നുള്ളതിൽ നമ്മൾ ഭയങ്കര ഒരു എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഫുഡ് വന്നു. അങ്ങനെ ഫസ്റ്റ് അനൂപ് ചേച്ചിയായിരുന്നു ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഷി വാസ് റിയലി എക്സൈറ്റഡ്. അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ആക്ച്വലി ഈ ഒരു കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് മനസ്സിലാവുന്നത്. അതെൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവർക്ക് രണ്ടാൾക്കും കേക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ചേച്ചിയും നമ്മൾ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമുക്ക് ആക്ച്വലി ആ ഒരു കേക്കിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുക. ഞാൻ യൂഷ്വലി ഒരു സാധനം കഴിച്ചിട്ട്, അതായത് മധുരമുള്ള എന്തെങ്കിലും സാധനം കഴിച്ചാൽ എൻ്റെ ഫേസിൽ വരുന്നൊരു എക്സ്പ്രഷനാണ് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കാണുന്നത്. അത് കുറച്ച് സ്പൈസി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫുഡ് ആയിട്ടാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പ്രഷൻ ഇട്ടിരുന്നു. പക്ഷേ എനിക്കിഷ്ടപ്പെട്ടു കേക്ക്. പക്ഷെ ഞാനൊരു സ്വീറ്റ് ടൂത്ത് അല്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ച് ലൈറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു, ഭയങ്കര തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പോകുന്ന സമയത്ത് ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു, ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്ന് കുറേ പേര് ഈ ലൈറ്റ്സ് കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് തിരക്കായതുകൊണ്ട് നല്ല തണുപ്പും കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അത് എന്താ പറയുക കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഭയങ്കര രസമാണ് ആ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നതും, ആൾക്കാർ വിത്ത് ഫാമിലി ഫ്രണ്ട്സൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യുന്നതൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ലൈറ്റ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ്. അങ്ങനെ നടക്കുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം ടയേർഡായിട്ടുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി കണ്ടിട്ടുള്ള എല്ലാ ലൈറ്റ്സിൻ്റെ ഒന്നും ക്ലിപ്സ് എടുത്തിട്ടില്ല, കാരണം നല്ല തണുപ്പായതുകൊണ്ട് തന്നെ. ഞാൻ ഗ്ലൗസ് ഇട്ടതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗ്ലൗസ് ഊരിയിട്ട് വേണമല്ലോ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പോക്കറ്റിൽ ഫോൺ വെച്ചിട്ട്, ആൻഡ് ഇവിടെ ഫോൺ അങ്ങനെ യൂസ് ചെയ്യുന്നത് സേഫും അല്ല. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ലൈറ്റ്സ് ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് ഇറ്റ്. അങ്ങനെ ഞാൻ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേത്തെ ദിവസമാണ് തിരിച്ച് വരുന്നത്. ഞാൻ അവരുടെ കൂടെ ഒരു ദിവസം നിന്നതിന് ശേഷം വൈകുന്നേരം തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലെത്തി. ഓക്കെ.